എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ, വീഡിയോ കാണും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം കേട്ടോ. ഫുള്ള് കാണാൻ ശ്രമിക്കുക, മാക്സിമം കാണാൻ ശ്രമിക്കുക. എനിക്ക് കുറച്ച് കാര്യങ്ങളും കുറച്ച് ഡൗട്ടുകളും ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും, ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്യും. നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിക്കുക, സംസാരിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. കാരണം ഇന്നലെ വിജിരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പുറത്തുവിടുകയൊക്കെ ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്തത് ഞാൻ ഒരിക്കലും വിജിരാജ് ചെയ്ത പ്രവൃത്തി ഞാൻ ന്യായീകരിക്കത്തില്ല. അവൻ ചെയ്തത് ശുദ്ധ പോക്രിത്തനം തന്നെയാണ്, ഒരക്ഷരം തെറ്റാതെ ഞാൻ പറയാം. കാരണം ഒരാളുടെ വോയിസ് വെച്ചിട്ട് ഈ പറയുന്ന പോലെ കച്ചവടം നടത്തുന്നത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു തരത്തിലും അത് യോജിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? വിജിരാജ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇതിനെ പറ്റി അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഇവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു കുറച്ച് മാസം മുന്നേ. മനസ്സിലായി? കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. ഞാനിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പറയുന്ന വിജിരാജ് എന്ന വ്യക്തിയായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഞാനത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ക്ലോസ് ചെയ്ത് വിട്ട കേസാണ്. മനസ്സിലായോ? അപ്പോൾ ഇവനൊന്നും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ 1% പോലും അവൻ്റെ ആ ഒരു കച്ചവടത്തിൽ ഞാൻ യോജിക്കുന്നില്ല. അവന് എന്താണെന്ന് വെച്ചാൽ കിട്ടേണ്ട ശിക്ഷ കിട്ടേണ്ട തന്നെ ചെയ്യുക. കാരണം ഒരാളുടെ വോയിസ് വെച്ചിട്ട് 10-25,000 രൂപയ്ക്ക് കച്ചവടം നടത്തുന്ന ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്നലെ ആരവിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നീ അത് കണ്ടില്ലേ? എൻ്റെ ഇപ്പോഴത്തെ കമന്റ് ബോക്സിലുണ്ട്, ഞാനത് കൊടുക്കാം. 1-2 കമന്റ്സ് കൊടുക്കാം. എന്തുകൊണ്ട് ബ്രോ ഡോക്ടർ റോബിൻ വിഷയത്തിൽ പ്രതികരിക്കാതെ എന്നും പറഞ്ഞും, പിന്നെ ആരവിന്റെ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്ന് ആരവിന്റെ വീഡിയോ കണ്ടില്ല അതിനെപ്പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ആൾക്കാർ. അപ്പൊ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം. ഞാൻ എങ്ങനെ ആരവിനെ വിശ്വസിക്കും? നിങ്ങൾ അതിനെ ഒന്ന് ആലോചിക്കണം. വേറൊന്നുമില്ല. ഒരു സമയത്ത് റോബിനെതിരെ വീഡിയോ ചെയ്ത്, അതായത് ഇന്ന് അവൻ വന്ന് പറയുന്നു അന്ന് ഇന്ന ആള് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്, ഇന്ന് വന്ന് പറയുന്നത് അന്ന് അവൻ വേറെ രീതിയിലാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ സമയം അങ്ങനെയല്ല ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി പറയുന്നവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അവന്റെ വീഡിയോ എടുത്തു വെച്ച് ഞാൻ എങ്ങനെ കണ്ടന്റ് ആക്കും? ഓരോ സമയം മാറ്റി മാറ്റി അഭിപ്രായങ്ങളും മാറ്റിക്കൊണ്ടിരുന്ന്, നിലപാടുകളും മാറ്റിക്കൊണ്ടിരുന്ന്, ഓരോ സമയം അതല്ല ഇങ്ങനെയാണ്, അന്ന് ഇങ്ങനെയാണ്, അന്ന് അവൻ എന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചാണ്, ഇന്ന് ഇവ ഇങ്ങനെ ചെയ്യിപ്പിച്ചാണെന്ന് മാറ്റി മാറ്റി പറയുന്നവനെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് അവന്റെ വീഡിയോ എടുത്തു വെച്ച് ഞാൻ മറ്റൊരുത്തനെതിരെ ഞാൻ വീഡിയോ ചെയ്യും? നിങ്ങൾ എന്നെ നോക്ക്. എങ്ങനെയാണ് ഞാൻ അവനെ വിശ്വസിക്കേണ്ടത്? ഓക്കെ, അവിടെ നിൽക്കട്ടെ. എന്നിട്ട് 1-2 കമന്റ്സ് ഞാൻ വായിക്കാം. എല്ലാവനെയും പൊക്കും. നീയൊക്കെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി ജാസ്മിനെ പൂട്ടാൻ ഇത്ര കിട്ടി നിനക്ക്? എൻ്റെ അടുത്തുള്ള ചോദ്യമാണ്, എൻ്റെ കമന്റ് ബോക്സാണ്. എല്ലാവനെയും പൊക്കും, നിന്നെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറക്കും, ജാസ്മിനെ പൂട്ടാൻ എനിക്ക് എത്ര കിട്ടി എന്നുള്ള ചോദ്യം. അടുത്ത്, നീ തച്ചു വെച്ച മോനെ എല്ലാ കാലവും ആൾക്കാരുടെ പച്ചയിറച്ചി തിന്ന് ജീവിക്കണ്ട എന്ന് വിചാരിക്കേണ്ട. അടുത്ത്, നിന്നെ പോലെ ഉള്ളവരൊക്കെ വീഴണോ? മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നു, നീയും കൊള്ളാം, നീ കൂടുതൽ കിടന്ന് മെഴുകണ്ട, അടുത്ത നീ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അടുത്ത ജാസ്മിന്റെ വോയിസുകൾ കാര്യങ്ങൾ ഞാൻ കൊണ്ടിട്ട് വിറ്റു, ഞാൻ ജീവിച്ചു, ഞാൻ എന്തോ ഫസ്റ്റ് എവിടെന്നെങ്കിലും ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്താൽ, ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ കൊണ്ടുവിട്ടാ. പിന്നെ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ കുറെ വോയിസുകൾ ബിഗ് ബോസ് ടൈമിൽ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രേക്ഷകരുടെ അഭിപ്രായം, അവരുടെ സമ്മതത്തോടെ അവർ അയച്ചു തന്ന വോയിസ്, അവരുടെ അഭിപ്രായം, ഈ സീസണിൽ നടന്ന ഓരോ കാര്യങ്ങളും അവരുടേതായ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ അത് കൊണ്ടുവച്ചു. പിന്നെ അല്ലാതെ ജാസ്മിൻ വിഷയത്തിൽ പുറത്തു വന്ന വോയിസുകൾ ഓഫ് കോഴ്സ് ദിയാസനയുടെ വോയിസ് ഉൾപ്പെടെ ഞാൻ എടുത്ത് ചെയ്തു. അത് ചെയ്തതിൽ ഇപ്പൊ തെറ്റൊന്നിരിക്കുന്നു. പുറത്തു വന്ന വോയിസ് ഞാൻ എടുത്ത് ചെയ്യാതിരിക്കും ഞാൻ തോന്നുന്നു. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, പുറത്ത് വന്ന വോയിസാണ്, അല്ല ഞാൻ ആരുടെയോ വോയിസ് റെക്കോർഡ് ചെയ്ത് ഞാൻ കൊണ്ട് പുറത്ത് വിട്ടിട്ടില്ല. അത് മനസ്സിലാക്കണം. ഈ കിടന്ന് മെഴുകണമാര് എന്നെ അങ്ങ് പൊക്ക്, ഞാൻ എന്താ ചുമ്മാ ഇരിക്കണം? കുറെ കിടന്ന് മെഴുകണം. ഞാനിത് ചവിട്ടി നിൽക്കുക, ഞാൻ നോക്കട്ടെ ഇത് ഏതറ്റം വരെ പോകുന്നു, അതാണ് ഞാൻ നോക്കുന്നത്. കാരണം പറയാനായിട്ട് പറഞ്ഞു ഞാൻ ആരുടെയൊക്കെ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ ഈ ജാസ്മിനായിട്ട് കമ്പനി ഇല്ല, ഈ പറയണ ഒന്നുമായിട്ട് ഞാൻ കമ്പനി ഒന്നുമില്ല, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ മാത്രം. ഞാൻ ആരെയൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യണ പോലെയാണ് ഓരോരുത്തരും ഇവിടെ പറയുന്നത്. ഞാൻ എവിടെയാണ് റെക്കോർഡ് ചെയ്തത്? അതാദ്യം ചിന്തിക്കുക. പിന്നെ ജാസ്മിൻ വിഷയത്തിൽ ജാസ്മിന്റെ വോയിസുകൾ റെക്കോർഡുകൾ പുറത്തു വിട്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഈ പറയുന്ന ജാസ്മിൻ ഒരു ടൈമിൽ കൈസ് എന്ന് പറയുന്ന ഒരുത്തനെ ബ്ലാക്ക് മെയിൽ ചെയ്തത് എല്ലാവരും മറന്നില്ല അല്ലേ? മറക്കണ്ട. കൈസിന് ഒരു സമയത്ത് അവന്റെ ഒരു വോയിസ് റെക്കോർഡ് വെച്ച് അവനും അസ്ലയും തമ്മിൽ സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡ് വെച്ചിട്ട് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഈ പറയുന്നതൊക്കെ മറന്നോ? എവിടെ? കൈസിന്റെ ഇന്നത്തെ വീഡിയോയിൽ അവൻ തന്നെ പറയുന്നുണ്ട്, നോക്ക്. നമ്മളെ കാര്യങ്ങളൊക്കെ ഇവരോട് തുറന്ന് സംസാരിക്കും. നമുക്ക് മറ്റേതെങ്കിലും യൂട്യൂബേഴ്സിനോട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയും. ഇവരിതെന്താക്കും? നൈസായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഇവരുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരങ്ങ് ഈ വോയിസ് റെക്കോർഡ് അയച്ചെന്നിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. ഇത് പുറത്തു വിടും, പിന്നെ നിന്റെ മുഖമൂടി അഴിഞ്ഞു വെക്കും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഒരു കാലത്ത് ജാസ്മിൻ എന്നെ അങ്ങനെ ആയിരുന്നല്ലോ ഭീഷണിപ്പെടുത്തിയത്, വോയിസ് റെക്കോർഡ് പുറത്തു വിടുന്നു പറഞ്ഞ് എന്നെ കൊണ്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യിപ്പിച്ചത്. നിങ്ങൾ പലരും ശ്രദ്ധിച്ച് കാണും. ഇതൊരു ഉദാഹരണം മാത്രമാണ്, മനസ്സിലായി. അതായത് കൈസിന്റെയും അസ്ലയും തമ്മിൽ സംസാരിച്ച വോയിസ് റെക്കോർഡ് കയ്യിൽ വെച്ചിട്ട് ജാസ്മിൻ ഈ പറയുന്ന കൈസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാപ്പ് പറയിച്ച് വീഡിയോ ഇടിപ്പിച്ചു. അത് ശരിയോ തെറ്റാ? വോയിസ് റെക്കോർഡിന്റെ കേസാണ്. നിങ്ങൾ കുറെ എണ്ണം കിടന്ന് മെഴുകുന്നുണ്ടല്ലോ, ഞാൻ ജാസ്മിന്റെ വോയിസ്, ജാസ്മിന്റെ വോയിസ്, ജാസ്മിന്റെ വോയിസ്, റോബിന്റെ വോയിസ്, നിങ്ങൾ കിടന്ന് മെഴുകുന്നുണ്ടല്ലോ. എനിക്ക് അതിനുള്ള ഉത്തരം എന്താ? കൈസിനെ ഭീഷണിപ്പെടുത്തി കൈസിനെ കൊണ്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യിപ്പിച്ച ശരിയോ തെറ്റോ? അപ്പൊ നിങ്ങൾ ഓരോ കൈസ് അങ്ങനെ ചെയ്തിട്ടില്ല. കൈസ് എന്ത് തെറ്റ് ചെയ്തെന്ന്? കൈസ് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്താ? ഇല്ലല്ല. അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവനും അവന്റെ ഫ്രണ്ടും കൂടി സംസാരിച്ച വോയിസ് പേഴ്സണൽ ടോക്ക്. അത് ഈ പറയുന്ന പോലെ ജാസ്മിൻ എന്തിനാണ് ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിച്ചത്? അപ്പൊ അത് തെറ്റല്ലേ? പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, വിവി വോയിസ് റെക്കോർഡ് ചെയ്തു, വോയിസ് റെക്കോർഡ് പുറത്തു വിടുന്നു, അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തോ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ജാസ്മിൻ കൈസിനെ ബ്ലാക്ക് മെയിൽ ചെയ്തോ ഇല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മനസ്സിലായ? പിന്നെ അല്ലാതെ ഈ വിവി ഇനിയിപ്പോൾ വോയിസ് റെക്കോർഡ് എടുത്ത് വെച്ചിട്ട് ജാസ്മിനെ ഭീഷണിപ്പെടുത്തുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വിവി ആയാലും കുറെ അഫ്സലിന്റെ വോയിസുകളും അവൻ സംസാരിച്ച വോയിസുകളും അത് അവന്റെ സമ്മതത്തോടെ അവൻ കൊണ്ട് പുറത്തു വിട്ട കേസുകളുമാണ്. മനസ്സിലായി? ഞാനും കുറെ വോയിസ് വിട്ടിട്ടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായമുണ്ട്. അല്ലാതെ ഞാൻ വല്ലയിടത്തും നോക്കി തോണ്ടി എടുത്തുകൊണ്ട് വന്നേന്നല്ല. പ്രേക്ഷകർക്ക് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ എടുത്ത് എൻ്റെ വീഡിയോയിൽ കണ്ടന്റാക്കി. പിന്നെ ഇതിന്റെ ഇടയിൽ ബോക്കർത്തനം കാണിച്ച് വിജിരാജ് വോയിസ് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിപ്പോ വിജിരാജ് എന്നല്ല, ആര് ബ്ലാക്ക് മെയിൽ ചെയ്ത് കച്ചവടം നടത്തിയാലും അത് തെറ്റ് തന്നെയാണ്. അതിപ്പോൾ ആരായാലും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കൈസിന്റെ വോയിസ് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൈസിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച ജാസ്മിൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. മനസ്സിലായി? തെറ്റ് തന്നെയാണ്. അതിനിപ്പോൾ ആര് ചെയ്താലും ഈ പറയുന്ന വിജിരാജ് കാണിച്ച് ശുദ്ധ പോക്കത്തനാണ്. അവന്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അവൻ ഈ കച്ചവടം നടത്തുന്ന റോബിൻ കൊണ്ട് സ്റ്റോറി ഇട്ട വോയിസ് ഞാൻ കേട്ടത്. പിന്നെ ആരവിന്റെ കേസിൽ ഞാൻ പറഞ്ഞില്ലേ, ആരവിന്റെ കേസിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ അവൻ ഒരിക്കൽ കുറ്റം പറയും, ഒരിക്കൽ സപ്പോർട്ട് ചെയ്യും, ഒരിക്കൽ കുറ്റം പറയും, ഒരിക്കൽ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയുള്ളവന്റെ നിലപാട് എടുത്ത് വെച്ച് ഞാൻ എന്ത് തേങ്ങയാണ് ഞാൻ ചെയ്യാനുള്ളത്? എനിക്കത് ഉത്തരവാ. ഞാൻ എന്താണ് ആ വീഡിയോ അത് എടുത്ത് വെച്ച് വീഡിയോ ചെയ്യാറുള്ളത്? എന്റെ കമന്റ് ബോക്സിൽ വന്നത് മെഴുകല്ല. അടുത്ത് നീ ഞാൻ ചെന്ന് ചുമ്മാ ഇരിക്കും. ഞാൻ ആരെ വോയിസ് എടുത്തോണ്ട് വെച്ച്? അല്ല, നിങ്ങൾ ഈ പറയുന്നവളുമാരും എന്റെ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് മെഴുകുന്നുണ്ടല്ലോ. ഉത്തരം എന്തായിരിക്കും? ഞാൻ ആരുടെ വോയിസ് ആണ് എടുത്തു കൊണ്ട് വെച്ചിട്ട് ഞാനിങ്ങനെ വെച്ച് നാറ്റക്കേസ് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് തെളിവ് സഹിതം കൊണ്ടുപോവാ. ഞാൻ നിർത്ത് വന്നതോടെ ഈ പരിപാടി. മനസ്സിലായ? ചുമ്മാ വന്നിരുന്ന് മെഴുകുകയാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ്സ് എടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു മാറ്റമില്ല. പിന്നെ എക്സ്ട്രാ വോയിസ് കൊണ്ടുവന്നെങ്കിൽ ബിഗ് ബോസ് എന്ന ഷോയിൽ ഓരോരുത്തർ ആവാസങ്ങൾ കാണിച്ചു കൂട്ടിയനെ പ്രേക്ഷകരുടെ ഒപ്പീനിയൻസ് കൊണ്ടുവന്നു. അതിലെന്ത് തെറ്റിരിക്കുന്നു? എന്ത് തെറ്റാണ് ഇരിക്കുന്നത്? അത് പ്രേക്ഷകരുടെ സമ്മതത്തോടെ കൊണ്ടുവന്നതാണ്. അല്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്ത് അയ്യോ പ്രേക്ഷകർ എന്നെ വിളിച്ച് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഒളിപ്പിച്ച് കൊണ്ടിട്ടതല്ല. കേട്ടാ? മെഴുകുന്ന ടീംസ് മനസ്സിലാക്കുക. ചുമ്മാ വന്ന് കിടന്നങ്ങ് മെഴുകയാണ്. മെഴുകൽ ഒരു രക്ഷയില്ലാത്ത മെഴുകൽ. നാണമില്ല എനിക്കൊന്നും. ഞാൻ ഇപ്പോഴും പറയും വിജിരാജ് ചെയ്ത് ശുദ്ധ പോകരുതാണ്. പിന്നെ ആരവനെ ഞാൻ സപ്പോർട്ട് ചെയ്ത വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ഉറപ്പില്ല അവൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ ഒന്നും ഉറപ്പില്ല. കാരണം ഒരു സമയത്ത് അവൻ ഈ പറയുന്ന പോലെ റോബിനെ കുറ്റം പറഞ്ഞ് അന്ന് ഈ ഷർദിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൻ അങ്ങനെ വേറൊരു രീതിയിൽ കണ്ടന്റ് പറഞ്ഞുണ്ടാക്കിയവനാണ് അവൻ. ഇന്ന് വന്നിട്ട് റോബിനെ ന്യായീകരിച്ച് പറയുന്നുണ്ട്. റോബിന്റെ സൈഡിൽ നിന്നിട്ട് ഇപ്പുറത്തെ വിവിയെ കുറ്റം പറയുന്നുണ്ട്. ഞാനിതിൽ ഏത് വിശ്വസിക്കും? ഇവൻ വന്നിരുന്ന് ഇങ്ങനെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിശ്വസിക്കും? ഇവിടെ നിങ്ങൾ തന്നെ പറ. ഞാനിതിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നിരുന്നിട്ട് ഫ്രഷ് ആയിട്ടൊരു സംഭവം പറയണം ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് അതിലെന്തെങ്കിലും കഴിയുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒപ്പീനിയൻസ് നമ്മൾ പറയും. പക്ഷെ ഇവൻ ഓരോ പ്രാവശ്യം മാറ്റി പറയുന്ന ഇവന്റെ എടുത്ത് വെച്ച് എന്ത് ഒപ്പീനിയനാണ് ഞാൻ പറയേണ്ടത്? മനസ്സിലായോ? അത് ആരെയും ചിന്തിക്കും, ബോധത്തോടെ ചിന്തിക്കും. കമന്റ് ബോക്സിൽ ഒന്നും മെഴുകയാണ്. നീ അടുത്ത് ചുമ്മാ ഇരിക്കണേ. നമ്മളൊന്ന് തൂക്കിയിട്ടോണ്ടിരിക്കണ. നീ എടുത്ത് എന്റെ പ്രീവിയസ് വീഡിയോ കമന്റ് ബോക്സിൽ നോക്കി. എന്തിനു ഇനിയിപ്പോൾ ഇതിന്റെ താഴെ ഒന്നും നടത്തുമ്പോൾ ഇല്ല നീ തന്നെ അടുത്തെന്നു. അപ്പോൾ വോയിസ് കച്ചവടം നടത്തിയത് ആരായാലും ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഞാൻ അല്ലെങ്കിൽ തന്നെ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പേഴ്സണലി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന്. അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഒരാൾ കൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട വോയിസ് എടുത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടേ. അല്ല ഞാനായിട്ട് ഒരുത്തൻ്റെ റെക്കോർഡ് ചെയ്ത് കൊണ്ടിട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടിയില്ല. ഇപ്പൊ വിജിരാജ് ആയാലും കൊണ്ടിടുന്ന വോയിസിനെയൊക്കെ നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്യും. അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷെ ഞാനായിട്ട് ഇന്നേ വരെ ഒരു കോളും ഒരാളും പേഴ്സണലി സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഇന്നേ വരെ റെക്കോർഡ് ചെയ്ത് ആരെയും ബ്ലാക്ക് മെയിലും ചെയ്തിട്ടില്ല. ഒരു കച്ചവടവും നടത്തിയിട്ടില്ല. ഒരു പരിപാടിയും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒട്ടും ചെയ്യത്തുമില്ല. മനസ്സിലായ? എനിക്ക് ആ സ്വഭാവവും ഇല്ല. ഇന്നേ വരെ ഞാൻ ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ കൂടെ റെക്കോർഡ് ചെയ്തിട്ട്
അന്ന് മറ്റേ താത്തയുടെ കേസിൽ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് മാത്രമാണ്, അല്ലാണ്ട് ഒറ്റ കേസ് റെക്കോർഡ് ചെയ്തിട്ടില്ല. മനസ്സിലായ? എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. മനസ്സിലായി? എനിക്കല്ലെങ്കിലും ഈ പേഴ്സണലി സംസാരിച്ച സാധനം, നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയട്ടെ, പലരെ കുറിച്ച് ചിലപ്പോൾ കുറ്റം പറഞ്ഞിരിക്കും, പലരെ കുറിച്ച് നമ്മൾ പലതും പറഞ്ഞിരിക്കും. അതെല്ലാം കൊണ്ടിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട് നാറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാറാണത്തെ കൊട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ ഒരു സംഭവം താല്പര്യമില്ല. ഈ വോയിസ് റെക്കോർഡ്, ബ്ലാക്ക് മെയിൽ അൾട്ടർലി ഫ്ലോപ്പാണ്. പ്രത്യേകിച്ച് വിജിരാജ് കാണിച്ചെന്ന് പറഞ്ഞാൽ ശുദ്ധ പോക്കർത്തനമാണ്. പേഴ്സണലി സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ റെക്കോർഡിനെ വിൽക്കുക, അതെന്തുവാ? അവന് ഒരു തരത്തിൽ ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 3 മാസം മുന്നേ അത് വേറെ ഒരു കേസിൽ, അത് ഇതുമായി ഇങ്ങനത്തെ റിലേറ്റിംഗ് കേസൊന്നുമല്ല, അല്ലാതെ എനിക്ക് പേഴ്സണലി വിജിരാജ് എന്ന വ്യക്തിയുടെ സ്വഭാവം എനിക്ക് താല്പര്യപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് അന്നേ വിട്ട് കട്ട് ചെയ്ത് പോയതാണ്. മനസ്സിലായ? അല്ലാണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ നാളെ പരിപാടിയൊന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകളും കാര്യങ്ങളും എടുത്ത് ഞാൻ ചെയ്യും, അത് ഇനിയും ചെയ്യും. അത് ഏവൻ്റെ ഇത് വന്നാലും ഞാൻ എടുത്ത് ചെയ്യും. അല്ല, അതിനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. ഞാനല്ലാതെ ഒരുത്തൻ്റെ റെക്കോർഡ് ചെയ്ത് കൊണ്ടിടുകയെ ഒരുത്തന്നെ വെച്ച് കച്ചവടം നടത്തുക ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ആരോ വന്നിട്ട് വിവി അങ്ങ് പൂര കുറ്റം പറയണം, അവൻ്റെ അയൽവാസിയാണ്, അവനങ്ങ് പൂര നെഗറ്റീവ് പറയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയിപ്പിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം വേറെ ഒന്നുമില്ല, ഒരു സമയത്ത് ആരോ വന്നിട്ട് ഇതുപോലെ വിവിയായിട്ട് കൂട്ട് പിടിച്ച് നിന്നിട്ട് റോബിനെ കുറ്റം പറഞ്ഞു. ഇന്ന് വന്നിട്ട് റോബിനായിട്ട് കൂട്ട് പിടിച്ച് നിന്നിട്ട് വിവിയെ കുറ്റം പറഞ്ഞു. ഞാനിതിൽ എങ്ങനെ അവനെ വിശ്വസിക്കും? ഈ ആരവന് ഓരോ സമയം മറുകണ്ഠം ചാടിയിരിക്കുന്ന ഇവൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് സ്ട്രൈറ്റ് ദ പോയിന്റ് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരവൻ്റെ കണ്ടന്റ് എടുക്കാത്തത്. മനസ്സിലായത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് കിടന്ന് മെഴുകുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ, എനിക്ക് ചിന്തിക്കടേ ലോജിക്ക് വെച്ചിട്ട്. പിന്നെ എനിക്കിതല്ലേ പണി, ഡീഗ്രേഡ് ഇതേലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് ജാസ്മിൻ കാണിച്ചു കൂട്ടിയ കുത്തുകൾ, അതിനെ തുടർന്ന് പുറത്ത് അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ്റെ ആ ഒരു ഇൻസിഡന്റ് കറങ്ങി വന്നത് മൊത്തം നമ്മൾ കണ്ടന്റ് ചെയ്ത് അത് അവിടെ കഴിഞ്ഞ് വിട്ടു. ഇനി അടുത്ത് അവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അടുത്ത് കണ്ടന്റ് ചെയ്യും. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരാളെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനോ മനഃപൂർവ്വം ചെളിവാരി അടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് ഈ പറയുന്ന ആരുമല്ല എനിക്ക് ചോറ് വാങ്ങിച്ചേർന്നത്, ആരുമായിട്ട് എനിക്കൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. ഈ പറയുന്ന പോലെ ഇവരാരും എനിക്ക് ആരും PR ഒക്കെ ഒന്നും അങ്ങനെ ഞാൻ ഏറ്റെടുത്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു മേടിക്കണം? എൻ്റെ കമന്റ് ബോക്സിൽ വന്നത് ഞാൻ അടുത്താത്തത്. പിന്നെ എനിക്കിതല്ലേ പണി. ഇപ്പോൾ എനിക്ക് വിവിയായിട്ട് കമ്പനി ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാനില്ല. മനസ്സിലായ? എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയില്ലെന്ന്. അപ്പോൾ അവൻ അത് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതായിരിക്കും. അത് വെച്ചിട്ട് ഈ വിജിരാജ് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കറിയത്തില്ല എന്ത് പരിപാടിയാണെന്ന്. ഞാൻ പറഞ്ഞില്ല, വിജിരാജുമായിട്ടൊക്കെ കമ്പനി വിട്ടിട്ട് കുറേ കാലമായി. ഇവനൊക്കെ എന്ത് നാറ് പരിപാടിയാണ് കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സീരിയസ്ലി പറയാം, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എനിക്കിത് അറിയത്തില്ല ഈ പരിപാടി എന്താണെന്ന്. എന്തായാലും കൊള്ളാം, മെഴുകുന്നവന്മാർ മെഴുകട്ടെ. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഒരു സമയത്ത് ഈ പറയുന്ന പോലെ മുല്ലപ്പൂവും കൈസിൻ്റെ വോയിസ് എടുത്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവനെ കൊണ്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചതാണ്. അതും എല്ലാവരുടെ തലയ്ക്കകത്ത് വേണം. ഈ പറയുന്ന മാതിരി ജാസ്മിൻ ഞാൻ കളിച്ചാൽ പിന്നെ എനിക്കിതല്ല പണി. പ്രേക്ഷകരുടെ വോയിസ് അത് ഇത്രയും ദിവസം ഞാൻ വച്ചിട്ടുള്ള പ്രേക്ഷകരുടെ സമ്മതത്തോടെ കൂടി അവരുടെ അഭിപ്രായം വയ്ക്കണമെന്ന് പറഞ്ഞ് തന്ന വോയിസാണ് ഞാൻ കൊണ്ടുവച്ചത്. മനസ്സിലായോ? അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ആദ്യം വേണം ഈ കിടന്ന് മെഴുകുന്ന ടീംസിന്. മനസ്സിലായോ? പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.